ഒരു ഫ്ലൈയിങ് പാറ്റേൺ കണ്ടാലോ? ഞാൻ ദേ ഫ്ലൈറ്റിന് പോകാൻ റെഡി ആയിട്ട് ഡ്രസ്സപ്പ് ചെയ്തിരിക്കുകയാണ്. കുറച്ച് പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാനുണ്ട് കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ ആർക്കിടെക്ചർ ലൈഫ് ഇടയിൽ കൂടെ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം പ്രൊജക്റ്റുകളൊക്കെ എടുത്തു തുടങ്ങി. മിക്കപ്പോഴും ഫ്ലൈറ്റിന് പോകുന്നതിന് മുമ്പായിട്ടാണ് എല്ലാം ചെയ്ത് തീർക്കുക. കാരണം ഇന്നിപ്പോൾ പോയി കഴിഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞിട്ടാണ് തിരിച്ചു വരിക. നമുക്ക് ഫ്ലൈയിങ് അവേഴ്സ് വരുന്നത് 22 അവേഴ്സാണ് ടോട്ടൽ വരിക. പിന്നെ 24 അവേഴ്സ് ലേ ഓവറും ചെക്കിനും എല്ലാം കൂടിയിട്ട് ഒരു 60 അവേഴ്സൊക്കെ വരും. അങ്ങനെ ദേ ഏർലി മോർണിംഗ് 3 o'clock എയർപോർട്ടിൽ റിപ്പോർട്ടായി. എയർക്രാഫ്റ്റിൽ കയറി നേരെ ലണ്ടനിലെത്തി. ഓൾമോസ്റ്റ് ഒരു 11 അവേഴ്സ് എടുത്തു കേട്ടോ ലാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ദേ എയർപോർട്ടിൽ നിന്ന് നേരെ റൂമിലോട്ട് പോയി ചെക്ക് ഇൻ ചെയ്തു. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ബട്ട് ഉറങ്ങാണ്ട് പിടിച്ചു നിൽക്കും കേട്ടോ. രാത്രി ഉറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഫ്ലൈറ്റ് സുഖമായിട്ട് ഓപ്പറേറ്റ് ചെയ്യാം. ചെന്നപ്പോൾ തന്നെ ഒരു ക്വിക്ക് ഷവർ എടുത്തു. ജസ്റ്റ് ഒന്ന് ഡ്രസ്സപ്പ് ചെയ്തിട്ട് ഒന്ന് പുറത്തിറങ്ങി. അധികം ദൂരമൊന്നും പോകുന്നില്ല. ജസ്റ്റ് ഇവിടെ ഹീത്രൂ തന്നെ ചുറ്റുവട്ടത്തൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഈവനിങ് ആയപ്പോഴത്തേനും റൂമിൽ വന്ന് കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ എണീച്ചു, ഒരു കോഫിയൊക്കെ കുടിച്ച് ബാക്ക് സെക്ടർ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡ്രസ്സപ്പ് ചെയ്ത് ദേ ഫ്രഷ് ആയിട്ടോ. നമുക്കിവിടെ ലോക്കൽ ടൈം 10:50-ക്കാണ് ചെക്ക് ഇൻ വരുന്നത്. അതിനനുസരിച്ച് നമ്മൾ ഹീത്രൂവിൽ പോകും. ടെർമിനൽ 3 എന്നാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ദേ ഗേറ്റ് ഹൗസ് എത്തി. അവിടെ പോയി കുറച്ച് നേരം ഇരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേനും ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആയി തിരിച്ച് ബാംഗ്ലൂർ എത്തി. ഇവിടുത്തെ നേരം വെളുക്കുന്നേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ഉറങ്ങാൻ സമയമായി. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇപ്പോൾ ബൈ, സി യാ.